പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം കൺമണി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. കൃഷ് എന്ന ചതിയനെ വിശ്വസിച്ചത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റായി പോയി. അതുകൊണ്ട് തന്നെ ഇനി അവനെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. കാഷ്വൽ ലീവ് എടുത്തതിനെ തുടർന്നാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ഇതേ സമയം കൃഷ് ആണെങ്കിൽ അവളെ കാത്ത് അവിടെ നിൽക്കുകയായിരുന്നു. വഴിയിൽ കാറ് മാറ്റിയിട്ട ശേഷം കൺമണിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. കൺമണി വന്നതിനെ തുടർന്ന് കൺമണി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ്? കൃഷ് സാറിന് എന്താ സംസാരിക്കാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് പറയണമായിരുന്നു. ആ ക്യാബിനിൽ വെച്ച്. അപ്പോൾ സാർ വളരെ സൈലൻ്റായി ഒന്നും അറിയാത്തതുപോലെ നിന്നു. എന്നിട്ട് ഇപ്പോഴാണോ സാറിന് ആരുമില്ലാത്തപ്പോൾ സംസാരിക്കേണ്ടത്? അങ്ങനെയുള്ള സംസാരം എനിക്ക് കേൾക്കണ്ട സാർ. ഞാൻ പോവുകയാ. കൺമണി പ്ലീസ്, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. എന്ത് അവസ്ഥയാണ് സാർ? ഞാൻ എന്ത് അവസ്ഥയാണ് സാറിൻ്റെ മനസ്സിലാക്കേണ്ടത്? സാർ എൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്ന് സാർ ആലോചിച്ചിട്ടുണ്ടോ? അതൊന്നും ആലോചിക്കാതെ സാർ എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. 28-ാം തീയതി നിങ്ങളുടെ കല്യാണമല്ലേ? നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസൈൻ ഞാൻ തന്നെ ഒരുക്കി തരാം. എന്താ പോരെ? കൺമണി, അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ വെച്ച് എനിക്കൊന്നും എതിർത്ത് പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് ഞാനും അഡ്മിറ്റ് ചെയ്യുകയാണ്. തെറ്റ് പറ്റിപ്പോയി, സത്യം തന്നെയാണ്. പക്ഷെ എന്തു ചെയ്യാം, ഞാനത് തിരുത്തുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. കൺമണി, ദയവായി എന്നെ മനസ്സിലാക്കണം. മതി സാർ, എനിക്കിനി കൂടുതലൊന്നും അറിയണമെന്നില്ല. സാറിൻ്റെ സ്വഭാവം എനിക്കിപ്പോൾ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. ഞാൻ പോവുകയാ. എനിക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. എന്തു പറയും? എങ്ങനെ പറയും? ഞാൻ എന്തു പറഞ്ഞാലാണ് ഇവൾ വിശ്വസിക്കുക? മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് കൃഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. എന്നാൽ തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൺമണിയാകട്ടെ വിങ്ങിപ്പൊട്ടുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു തുടങ്ങുന്നു. ഞാൻ ഇത്രയധികം വിശ്വസിച്ച ആൾ എന്നെ ബുദ്ധിപൂർവം ചതിക്കുകയായിരുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ ഇനി എന്തു ചെയ്യും എന്ന് കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കുകയാണ്. ഇതേ സമയം തിരികെ നിരാശയോടെ വീട്ടിലേക്ക് കൃഷ് എത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ് കൺമണിയോടുള്ള തെറ്റിദ്ധാരണ മാറ്റുക? സത്യങ്ങൾ അവളെ അറിയിച്ചേ തീരൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല. ഇതിനിടയിൽ ആൻറ്റിയമ്മ മുന്നിലേക്ക് വരികയാണ്. കൃഷേ, കല്യാണത്തിൻ്റെ ഡേറ്റിംഗ് അടുത്തു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യേണ്ടേ? ആൻറ്റിയമ്മ, എനിക്കിപ്പോൾ അതേപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാൻ താല്പര്യമില്ല. അതെന്താ കൃഷേ ഇപ്പൊ നീ അങ്ങനെ പറയുന്നേ? കല്യാണത്തിന്റെ ഡേറ്റ് അടുത്തപ്പോഴാണോ ഇപ്പോൾ അങ്ങനെയൊരു സംസാരം? നമുക്കിനി എന്തോരം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നറിയാമോ? അതൊക്കെ കൃത്യമായി ചെയ്യേണ്ട സമയമായി. നീ വെറുതെ ഉഴപ്പാൻ നിൽക്കരുത് കൃഷേ. അവസാനം വലിയ പ്രശ്നമായിരിക്കും അത്. ഞാൻ എന്തായാലും സാഗറിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആൻറ്റിയമ്മ പോയിരിക്കുകയാണ്. ഇതോടെ ആൻറ്റിയമ്മ ഫോൺ ചെയ്തിരിക്കുകയാണ് മാനസയെ. മാനസ, കാര്യങ്ങളൊക്കെ എങ്ങനെ? പറഞ്ഞതുപോലെ വർക്കൗട്ടായോ? നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെങ്കിൽ കൺമണിയെ അകറ്റി നിർത്തിയേ പറ്റൂ. അതൊക്കെ ശരിയായി. കൺമണിക്കുള്ള ആദ്യ ഡോസ് ഞാൻ ഇന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അവളാകെ തകർന്ന നിലയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിന് നല്ല സമാധാനം. എന്തായാലും പേടിക്കണ്ട, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും ആൻറ്റിയമ്മേ. അവളെ നമ്മൾ തറ പറ്റിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിജയം
ഇത് നമുക്കൊപ്പം തന്നെയാണ്. ആ ഞാനിവിടെ ഒരുക്കങ്ങളുടെ കാര്യം നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ കാര്യവും കൃത്യമായി നടക്കും. അതോടെ പേടിക്കാനൊന്നുമില്ല. ഇതോടെ മാനസയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.